ഹായ് there. KSRTC ബസ് നമ്മുടെ നാട്ടില് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുന്നു എന്നൊരു ന്യൂസ് കേട്ടു. അതായത് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ KSRTC ഫീസ് ഇങ്ങനെ: 2 വീലറിന് 3500 രൂപ, കാർ 9,000 രൂപ. കാറും 2 വീലറും കൂടെ ഒന്നിച്ച് പഠിക്കണമെങ്കിൽ 11,000 രൂപ. ഹെവി വെഹിക്കിൾ ആണെങ്കിൽ 9,000 രൂപ. പിന്നെ കേരള സ്റ്റേറ്റ് മൊത്തം 23 സെന്റേഴ്സ് ഉണ്ട്. സമ്മതിച്ചു, നല്ല കാര്യമാണ്, ഈ നല്ല ഇനിഷ്യേറ്റീവാണ്. ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഹാവിംഗ് സെഡ് ദാറ്റ്, ബഹുമാനപ്പെട്ട KV ഗണേഷ് കുമാറും റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയും റോഡ് എന്താ പറയുക PWD അല്ലെങ്കിൽ ഹൈവേ അതോറിറ്റിയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും എല്ലാവരും അറിയുന്നതിലേക്കായി. ആദ്യം KSRTCക്കാര് നേരെ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് വേണം ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ എന്നുള്ളതാണ് ഒരു നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ റിക്വസ്റ്റ്. ഞാനിപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ അല്ല, പക്ഷെ ഇന്ത്യയിലേക്ക് വിസിറ്റിങ്ങിന് വന്ന് ഒരു കാർ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ പേടിച്ച് വിറച്ചാണ് ഞാനും എൻ്റെ കുടുംബവും കാർ ഓടിക്കുന്നത്. നമ്മളൊരു ലൈനിൽ കൂടെ പോകും. നമ്മൾ വിദേശത്തൊക്കെ താമസിക്കുന്ന ഒരു ലൈൻ ട്രാഫിക്കും മറ്റ് നിയമങ്ങളൊക്കെ അനുസരിച്ചാണ് പോകുന്ന ആൾക്കാർ. അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. പരമാവധി നാട്ടിൽ നിൽക്കുന്ന സമയത്ത് പോലും ഞാൻ പരമാവധി നിയമം അനുസരിച്ച് പോകാൻ ശ്രമിക്കുകയും ബാക്കിയുള്ളവർ നിയമം തെറ്റിച്ച് വന്നിട്ട് എന്നെ ഹോൺ അടിക്കുകയും എൻ്റെ അപ്പനെ അമ്മയെയും തെരവിളിക്കുകയും റോഡിൽ നിന്ന് മാറാൻ പറയുകയും അങ്ങനത്തെ ഒരുപാട് സീനിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ആംബുലൻസിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥകൾ ഇവൻ ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നാട്ടിൽ വന്നപ്പോൾ പണ്ടും അതെ ഇന്നും അതെ ഞാൻ ഇടപെട്ട് വരെ ആംബുലൻസിന് പോകാനുള്ള വഴി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഈ KSRTC ബസ്സുകാർ ഇത് പഠിപ്പിക്കാൻ. കാരണം നമ്മൾ നേരെ പോകുമ്പോൾ വലത്തു നിന്നൊരു KSRTC ബസ് വന്നിട്ട് അത് ഇങ്ങനെ ഇടത്തേക്ക് ഓവർടേക്ക് ചെയ്ത് നമ്മളെ കൊണ്ട് കുഴി ചാടിച്ചിട്ടാണ് ഇവന്മാര് ബസ് എടുത്തോണ്ട് ലെഫ്റ്റ് ഹാൻഡ് അടിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടതൊന്നും. അവർ റൈറ്റ് ലൈനിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ലൈനിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർ സ്ലോ ചെയ്യുകയും നമ്മൾ പാസ് ചെയ്തതിനോടൊപ്പം തന്നെ അവർ ലെഫ്റ്റ് ലൈനിലേക്ക് കയറാനുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പതിയെ ലെഫ്റ്റ് ലൈനിലേക്ക് കയറിയിട്ട് വേണം ലെഫ്റ്റ് തിരിയാനുള്ള സാമാന്യ ബോധം ഈ ഒരു ഡ്രൈവറിനും ഇല്ല. കഴിഞ്ഞ തവണയും കൂടി എനിക്ക് അപകടം ഉണ്ടാകുമ്പോൾ അതിന് മുമ്പത്തെ തവണ ഞാനൊരു KSRTC ഡ്രൈവറെ പച്ചത്തെറി വിളിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഇനി ഇതിനോട് അനുബന്ധിച്ച് വേറെ കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കാൻ ഏത് ചെമ്മാനും ചെരുപ്പ് കുത്തിക്കും പറ്റും. ഒരു കാർ എടുക്കുക, 2 വീലർ എടുക്കുക, ഓടിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ മാനുവൽ ഗിയറിന് പകരം ഓട്ടോ ഗിയറുള്ള വാഹനങ്ങളുടെ എണ്ണം കൂടി വരികയാണ് ഇല്ലേ. അപ്പൊ പിന്നെ ഡ്രൈവിംഗ് വെറും ഈസി. സ്റ്റാർട്ട് ചെയ്യുക, ഡ്രൈവിലിടുക, ഓടിക്കുക, ബ്രേക്ക് ചവിട്ടുക, ഇത്രയേ ഉള്ളൂ പരിപാടി. ലെഫ്റ്റിനായിട്ടും തിരിക്കുക. നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് അല്ല അടുപ്പിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുന്നത് എങ്ങനെ എന്ന് വേണം പഠിപ്പിക്കാനും. നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുന്നതിന്റെ ടെസ്റ്റാണ് നടത്തേണ്ടത്. അല്ലാതെ വാഹനം ഓടിക്കാൻ അറിയാമോ എന്നുള്ള പരീക്ഷ അല്ല നടത്തേണ്ടത്. നിയമം അനുസരിച്ച് വണ്ടി ഓടിക്കാൻ അറിയാമോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ് നടത്തേണ്ടത്. ആ നിയമം അവര് അനുസരിക്കണമെങ്കിൽ ആ നിയമ സംവിധാനങ്ങൾ കറക്റ്റ് ആയിരിക്കണം. ഉദാഹരണത്തിന് ഒരു പെഡസ്ട്രിയൻ ക്രോസിംഗ് ഇട്ടാൽ റോഡിന്റെ നടുക്ക് NHന്റെ നടുക്ക് പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉള്ള ഒരു സംസ്ഥാനം, ഒരു നാടിനൊപ്പം നമ്മുടെ ആയിരിക്കും. ഇന്ത്യ മഹാരാജ്യം മാത്രമായിരിക്കും. നാഷണൽ ഹൈവേയുടെ നടുക്കുകൊണ്ട് പെഡസ്ട്രിയൻ ക്രോസിംഗ് ലോകത്താരും വയ്ക്കുന്നെങ്കിൽ തന്നെ അത് തലയ്ക്ക് മുകളിൽ കൂടെ ആയിരിക്കും. താഴെ കൂടെ ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വലിയ വലിയ ബാരിക്കേഡുകൾ ഓരോ സൈഡിലും ഉണ്ടാവും, ആളുകൾ ചാടാതിരിക്കാൻ. അതും പോരാഞ്ഞിട്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു റോഡിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് ഉണ്ടെങ്കിൽ ആ പെഡസ്ട്രിയൻ ക്രോസിംഗ് എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അതിന് ഉപയോഗം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പെഡസ്ട്രിയൻ ക്രോസിംഗിന്റെ ഓരോ സൈഡിലും ഓടുന്ന വാഹനങ്ങൾ വരുന്ന ദിശയെ ഫേസ് ചെയ്ത്
ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിക്കണം. ചുമ്മാ ലൈറ്റുകളല്ല, പെഡസ്ട്രിയൻ ബട്ടൺ ഞെക്കുമ്പോൾ ആ സ്റ്റോപ്പ് സൈൻ അവിടെ തെളിയുകയും പെഡസ്ട്രിയനെ ക്രോസ് ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാക്കി വാഹനങ്ങൾ ആ ലൈനിന്റെ പുറകിൽ നിർത്തുകയും അവർ ക്രോസ് ചെയ്തതിനു ശേഷം വാഹനങ്ങൾ പോകാനുള്ള സംവിധാനത്തിനാണ് പെഡസ്ട്രിയൻ ക്രോസ് വാക്ക് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം നാട്ടിലുള്ളൂ. അല്ലാത്ത പക്ഷം നാട്ടിൽ ഒരു ഉപയോഗമില്ല ഇതിന്. അതുപോലെ വണ്ടി ഓടിക്കുന്നത് സ്ലോ ഡൗൺ ചെയ്യുന്നത് സ്ലോ ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ 50 പോകേണ്ടത് 50 പോവുക. അവിടെ സ്കൂള്, കോളേജ്, പാർക്ക് മുതലായ സംവിധാനങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ സ്പീഡ് നിയന്ത്രിക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന KSRTCയിലെ ഉദ്യോഗസ്ഥര്, ഡ്രൈവർമാര് അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ അവര് നിയമം അനുസരിച്ച് വണ്ടി ഓടിക്കുന്നു എന്നുള്ളത് ഉദ്യോഗസ്ഥര് വെരിഫൈ ചെയ്യണം, അത് മോണിറ്റർ ചെയ്യണം, അത് നിർബന്ധമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു എളിയ NRI കാലം എന്നുള്ള നിലയ്ക്ക് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ ബൈ, താങ്ക് യു വെരി മച്ച്.